പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അങ്ങനെ ഒരു ഞായറാഴ്ച കൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു. ഞാൻ നിങ്ങൾ ഉണർന്നിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്ദി പറയാം ദൈവത്തിന്. ഈ ദിവസം ദൈവാനുഗ്രഹപ്രദമായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും നിങ്ങളെ സഹായിക്കട്ടെ. ഒരിക്കലേ ഒരു ട്രെയിൻ ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ സ്പീഡെല്ലാം കുറഞ്ഞ് അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് അതിനകത്തെ കുറേ ബോഗികൾ അതിൻ്റെ ലോക്ക് വിട്ടു പോയിട്ട് കണക്ഷൻ വിട്ടു. എൻജിനും ഏതാനും ബോഗികളും കൂടെ മുന്നോട്ട് നീങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് പുറകിലെ കുറേ ബോഗികൾ വിട്ടുപോയെന്ന്. പെട്ടെന്ന് ട്രെയിൻ നിർത്തി. അപ്പോൾ എൻജിനുള്ള ഭാഗം പയ്യെ പുറകോട്ട് ഓടിച്ചു വരുന്നു. അപ്പം നാട്ടുകാർ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ പിടി വിട്ടുപോയ, ഈ കെട്ട് പൊട്ടിപ്പോയ, ലോക്ക് വിട്ടുപോയ ആ കുറേ ബോഗികൾ സാവകാശം പുറകോട്ട് ഉരുണ്ടുരുണ്ട് പോണു. അത് കണ്ട നാട്ടുകാർക്ക് കാര്യം മനസ്സിലായി. ഇത് കുഴപ്പമാണ്, ഇത് കൺട്രോൾ ഇല്ലാതെ പോയാൽ ഇതെവിടെയെങ്കിലും ചെന്ന് ഇടിക്കും. അപ്പം നമുക്കറിയാമല്ലോ, മനുഷ്യരാരെങ്കിലും ചെന്ന് അതങ്ങോട്ട് ഉന്തി തള്ളി കൈകൊണ്ട് പിടിച്ചാലൊന്നും നിൽക്കത്തില്ല. അത്ര ഹെവി ആയിട്ടുള്ളതാണ്. അപ്പം കുറേ പേരിങ്ങനെ ഓടിക്കൂടിയപ്പോൾ ഇങ്ങനെ പയ്യെ ഉരുണ്ടുരുണ്ട് ബാക്കിലേക്ക് വരിക. എല്ലാവരും കൂടെ ബഹളം വെച്ചു. നാട്ടുകാരെല്ലാം കൂടെ ഓടിക്കൂടി. എല്ലാവരും കൈവച്ചു. എന്നിട്ടും നിർത്തുന്നില്ല. അവസാനം ഏതാനും പേര് പറഞ്ഞൊരു കാര്യം ചെയ്യുക. അവിടെ അപ്പോൾ റെയിൽവേയുടെ തന്നെ ചില സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. അവർ പറഞ്ഞമ്മ, നമുക്ക് ഈ ട്രാക്കിലേക്ക് ഈ പൊട്ടിയ സ്ലീപ്പറിൻ്റെ കഷ്ണം എടുത്ത് വെച്ച് നമുക്ക് ഊടുവെക്കാം. പെട്ടെന്ന് എല്ലാവരും കൈ കിട്ടിയ സാധനങ്ങളുമായിട്ട് ഓരോ വീലിൻ്റെയും അടുത്ത് വരികയാണ്. അടുത്ത് വന്നിട്ട് സാവകാശം അവരാ എല്ലാവരും കൂടെ തള്ളി പിടിക്കുമ്പോഴും പുറകോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ വീലിൻ്റെ മുൻപിൽ 3-4 വീലുകൾക്കൊന്നിച്ച് ഊടുവെച്ച് ആ ട്രെയിൻ അവിടെ നിർത്തി. ബാക്കിലേക്ക് ഉരുണ്ട് വന്ന് ആ ബോഗിയെല്ലാം അവിടെ നിർത്തി. എല്ലാവർക്കും ആശ്വാസമായി. ഇതിനു ശേഷം ആ തലയും വിട്ടുപോയ ആ ഏതാനും ഭാഗങ്ങളും കൂടെ റിവേഴ്സ് എടുത്ത് വന്ന് അതിൽ കണക്ട് ചെയ്തുകൊണ്ട് പോയി. അല്ലെങ്കിൽ പുറകെ വരുന്ന ട്രെയിനോ അല്ലെങ്കിൽ അതുപോലെ എവിടെയെങ്കിലും ചെന്നിത് പാളം തെറ്റാനോ അപകടമുണ്ടാകാനോ. അപ്പോൾ ഈ ബോഗിയിൽ കുറേ പേര് ഇരിപ്പുണ്ട്. അവർ കരയുകയും കൂവുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഇത് തന്നെയല്ലേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പം നടന്നത്. കാരണം മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്ന ട്രെയിന് സ്വർഗത്തെ ലക്ഷ്യമാക്കിയാണ് സഭ പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് എവിടെയോ ഒരു ബലഹീനത വന്നിട്ട് ഒരു കണ്ണി മുറിയുകയാണ്. മുറിഞ്ഞവരെല്ലാം കൂടെ മാറി നിന്നിട്ട് ഞങ്ങളിനി ഇവിടെ ആയിക്കോളാം, ഇങ്ങനെയൊക്കെ ആയിക്കോളാം. തന്നെയുമല്ല, വിലപിടിപ്പുള്ള ഒത്തിരി ആത്മാക്കൾ ഈ പൊട്ടിപ്പോയ ബോഗിയിലുണ്ട്. അതിന് നമുക്ക് കുഴപ്പമില്ല. ആ ആത്മാക്കളെയും കൊണ്ട് നമ്മൾക്കിഷ്ടപ്പെട്ട വഴിയെ മറ്റൊരു എൻജിൻ പിടിപ്പിച്ച് കൊണ്ടുപോകാമെന്ന് ആഗ്രഹിച്ച മനുഷ്യരെ പോലെയല്ലേ ഇപ്പോൾ സംഭവിച്ചത്. ദൈവം അത് അനുവദിച്ചില്ല. വിവേകമുള്ള മനുഷ്യർ, വലിയ ബുദ്ധിമാന്മാരൊന്നും ആയിരുന്നില്ല, എന്നാലും ദൈവിക വിവേകമുള്ള മനുഷ്യർ ആ ട്രെയിൻ ഊടുവെച്ച് നിർത്തിയതുപോലെ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപത വിട്ടുപോകാനൊരുങ്ങിയപ്പോൾ അതിന് ഊടുവെച്ച് നിർത്തിയ ഒരു സംഭവമാണിപ്പോൾ നടക്കുന്നത്. ഇതുപോലെ തന്നെ ശബരിമല സീസണിലൊരു സംഭവം ഉണ്ടായി. ആ സംഭവം ഇങ്ങനെയാണ്. ഒരു ബസ് അയ്യപ്പന്മാരെയും കൊണ്ടുവരുന്ന സമയത്ത് വണ്ടിയുടെ ബ്രേക്ക് പോയി. ഡ്രൈവർക്ക് നിർത്താൻ സാധിക്കുന്നില്ല, ഇറക്കത്തിലാണ്. ഏതായാലും അദ്ദേഹം ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു. അപ്പോൾ സ്പീഡ് കുറഞ്ഞ് പയ്യെ വണ്ടി ഉരുളുക. എന്നിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. താഴത്തെ വളവിൽ നിന്ന് കയറി വന്ന തോമസ് ഏട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തൻ്റെ ജീപ്പിൽ വരികയാണ്. അപ്പോൾ ആ വളവിൻ്റെ താഴേന്ന് കയറി വരുമ്പോൾ ഈ വണ്ടിയെല്ലാം ബഹളം കേൾക്കാം. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, അപകടമാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. അദ്ദേഹത്തിന് കൂടെ ഭാര്യയില്ല, മക്കൾ 1-2 പേരുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അപ്പോൾ ഈ വണ്ടിയെ താങ്ങി നിർത്തണം. എന്നാ ചെയ്യാൻ പറ്റും? ഓടിച്ചു കൊണ്ടുവന്ന് നിർത്താനൊക്കെയോ? അദ്ദേഹം സാവകാശം എന്ത് ചെയ്യുന്നറിയാമോ? ഈ വണ്ടി മുന്നോട്ട് കൊണ്ടുപോയി
വളരെ സ്പീഡ് കുറച്ച് റിവേഴ്സ് ഗിയറിലിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് മുന്നിൽ നിന്ന് ഉരുണ്ടു വന്ന ബസ് ഈ ജീപ്പിൻ്റെ മുന്നിൽ താങ്ങിയിട്ട് വണ്ടിയും ജീപ്പും ഒരുപോലെ താഴേക്ക് വരികയാണ്. അപ്പോൾ തോമസ് ചേട്ടൻ സാവകാശം ബ്രേക്ക് ചവിട്ടി രണ്ട് വാഹനങ്ങളുടെയും സ്പീഡ് മാക്സിമം കുറച്ച് അത്യാവശ്യം ലെവലുള്ളൊരു സ്ഥലത്ത് വന്നപ്പോൾ ബ്രേക്ക് ചവിട്ടി ബസ് രക്ഷപ്പെട്ടു. ആ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങിയ മനുഷ്യരെല്ലാവരും കൂടെ ഈ തോമസ് ചേട്ടനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്, ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത് നീയാണ്. എന്നാൽ ഇന്നിവിടെ നടക്കുന്നത് ഈ അതിമനോഹരമായ ഈ അപകടത്തിൽ നിന്ന് സഭയെയും വിശ്വാസികളെയും രക്ഷിച്ച ഊടുകല്ല് വെച്ച നാട്ടുകാരെ പോലെയും ബസ്സിനെ താങ്ങി നിർത്തിയ തോമസ് ചേട്ടനെ പോലെയും ഇവിടെ ഒരച്ഛൻ, ഒരു മാണിപ്പറമ്പിലച്ഛൻ, അദ്ദേഹം അതിൻ്റെ വരാഴിക ഓരോ ദിവസവും വീഡിയോയിലൂടെ ഇട്ടിട്ട് തന്ന് ദൈവജനം അത് കേട്ടു മനസ്സിലാക്കി വിമതർക്ക് പോലും മാനസാന്തരം ഉണ്ടായി. അവസാനം വിമതർ പറഞ്ഞ് ഈ അച്ഛൻ പറയുന്നൊന്നും കേൾക്കല്ലേ, അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പോലും ദൈവത്തിൻ്റെ ബോധമുള്ള മനുഷ്യർ ആ വീഡിയോ കാണുകയും സാവകാശം അത് ബ്രേക്ക് ചെയ്ത് നിർത്തുന്നത് പോലെ ഈ നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുകയാണ്. ഇനിയും നമുക്ക് ഇതൊന്ന് റിപ്പയർ ചെയ്യാനുണ്ട്, പ്രാർത്ഥനയോട് സഭയെ ബലപ്പെടുത്താനുണ്ട്. നിത്യനാശത്തിൽ നിന്ന് ഈ ആത്മാക്കളെ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വഴിയൊരുക്കി. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇനി മുന്നോട്ടുള്ള യാത്രയിലും അപകടം കൂടാതെ യാത്ര ചെയ്യാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നേതൃത്വത്തിലുള്ള ഓരോരുത്തർക്കും ബലവും വിവേകവും കൊടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ.